ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 9 മണിയായിട്ടുണ്ട്. എല്ലാവരും സ്കൂളിൽ പോയി. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോയി. ഇപ്പം ഞാനങ്ങനെ ടോട്ടലി ഫ്രീ ആയി. സോ ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് എന്താണ് കറി വെക്കേണ്ടതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താണോ, ചില ദിവസം ഏതെങ്കിലും ഒരു കറിയൊക്കെ തിന്നാനൊക്കെ ഒരു കൊതി തോന്നുമല്ലോ. അപ്പം ഞാൻ പോയിട്ട് ഇപ്പോൾ ഡെയിലിയാണ് സാധനങ്ങൾ മേടിക്കുന്നത്. ഈ ഹണിയുടെ കുപ്പിയുടെ ഞാനൊരു ഹണി വാങ്ങിച്ചതാണ്. എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് പിള്ളേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോലെ ഇപ്പം ഞാൻ ഡെയിലിയാണ് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കുന്നത്. ഇപ്പം നമ്മളൊരു പുതിയ ഏരിയയിലേക്കാണല്ലോ ഈ വർഷം നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് വന്നത്. നമ്മൾ ഫ്ലാറ്റിൻ്റെ ചുറ്റും ഇഷ്ടംപോലെ കടകളുണ്ട്. മലയാളി കടകൾ, നമ്മളുടെ ഐറ്റംസൊക്കെ കിട്ടുന്ന, നമ്മളുടെ അരികളൊക്കെ കിട്ടുന്ന കടകളുണ്ട്. അതുകൂടാതെ മെഡിക്കൽ സ്റ്റോറ്, ബ്യൂട്ടി പാർലർ, ടൈലറി സെൻറ്റർ എല്ലാം ഒരു കൊച്ചൊരു സിറ്റി പോലെ എല്ലാം തന്നെ അടുത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഡെയിലിയാണ് സാധനം മേടിക്കുന്നത്. ഒരു കണക്കിന് എനിക്കിതൊരു നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്ക് ഫിനാൻഷ്യൽ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിന് മുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ മാസത്തിലൊന്ന് ഗ്രോസറി എല്ലാം ലിസ്റ്റ് എടുത്ത് പോയി മേടിക്കണം. അതുകൂടാതെ വീക്ക്ലി വൺസ് നമ്മൾ എവിടെ നിന്നെങ്കിലും പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കണം. എനിക്ക് ഈ കുക്കിങ്ങിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് എന്ത് കറി വെക്കണം എന്നൊന്നും അങ്ങനെ അറിയില്ലായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങ് വാങ്ങിച്ച് കൂട്ടുക ചെയ്തുകൊണ്ടിരുന്നത്. ചിലപ്പോൾ അത് ഫ്രിഡ്ജിൽ ബാക്കിയാവും, അതുകൊണ്ട് എന്ത് കറി വെക്കണം എന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വീക്കിലി മാറ്റി ഇപ്പം ഞാൻ ഡെയിലി ആവശ്യ സാധനങ്ങൾ മേടിക്കുന്നതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യലി എനിക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഹാബിറ്റ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇന്ന് എന്താണോ കുക്ക് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത് അതിന് വേണ്ട ഐറ്റംസ് മാത്രം. അപ്പോൾ ഈ നമുക്ക് വലിയ കടകളിൽ പോയിട്ട് വാങ്ങിക്കുന്ന പോലെ മേടിക്കേണ്ട. 1-2 ആയാലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എടുത്താൽ മതി. അത് കുക്ക് ചെയ്യുന്നു, ഫ്രഷായിട്ടിരിക്കുന്നു. അതുകൂടാതെ വേറൊരു ഗുണം എനിക്ക് കിട്ടിയ എന്താണെന്നറിയോ? ഫ്രിഡ്ജ് എപ്പോഴെപ്പോഴെങ്കിലും ക്ലീൻ ചെയ്യേണ്ട. കാരണം ഫ്രിഡ്ജിൽ ഒരുപാട് ഐറ്റംസ് ഒന്നും അങ്ങനെ ഇരിക്കാറില്ല. അത്യാവശ്യ സാധനങ്ങൾ മാത്രം. ഓക്കെ, അങ്ങനെ ഇപ്പം ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും നാൾ എനിക്ക് സമയമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള ടൈം കിട്ടുന്നുണ്ട്. നല്ലൊരു ഫ്രീഡം ഉണ്ട്. ഒരു മെൻ്റലി ഭയങ്കര ഫ്രീ ആണ് ഞാൻ. അതായത് പാസീവ് ഇൻകം ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പാസീവ് ഇൻകത്തിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്നെക്കൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്ന എൻ്റെ ടൈമിന്, അത് മാത്രമല്ല എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഓൺലൈൻ ആണെങ്കിലും ബിസിനസ് ഞാൻ ഭയങ്കര ആയിട്ട് ഇപ്പോൾ തലയിൽ എടുത്ത് വെച്ചിട്ടില്ല. ഓഫ്ലൈനായിട്ട് എനിക്ക് നന്നായിട്ട് പോകുന്നത് കൊണ്ട് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ ഒരുപാട് എടുത്ത് വെക്കാനും ഇപ്പോൾ എനിക്ക് അതിനുള്ള സാഹചര്യമല്ല. പക്ഷെ പതുക്കെ അതിനുള്ള ഒരു സെറ്റപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ചൂടായതുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും ആക്കി ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വരുമ്പോൾ അവർക്ക് എടുത്ത് കൊടുക്കാമല്ലോ. ഞാൻ ചിയാ സീഡും ഹണിയും മിൽക്കൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. നല്ല തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ സാധനങ്ങളോ ഒക്കെ എടുത്തിട്ട് യോഗട്ടോ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്ത് എന്തെങ്കിലും ഒരു ഇതായിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പണ്ടൊക്കെ ഞാൻ എൻ്റെ മക്കൾക്ക് ഒന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സമയമൊന്നും എനിക്ക് കിട്ടൂലായിരുന്നു. സത്യം പറയാമല്ലോ, ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. എന്നാൽ എനിക്ക് അമിതമായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴുള്ള ഒരു മെൻ്റൽ പീസിൽ ഇങ്ങനെ പോയാൽ മതി. ഹെൽത്ത് നോക്കുക, ആവശ്യത്തിന് ചെറിയ എമൗണ്ട് ആണെങ്കിലും ഈ പാസീവ് ഇൻകം ഒരു 3-4 പാസീവ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പാസീവ് ഇൻകത്തിൽ നിന്നും ചെറിയൊരു എമൗണ്ടുകൾ മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് സേവിങ്സ് ആവും. എനിക്ക് വലിയ സേവിങ്സ് വേണമെന്നില്ല. അത്യാവശ്യം ഞാനൊരു എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ ഒരു റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കൊടുക്കാൻ, അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് അത്രയേ വേണ്ടൂ. ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ലൈഫ് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് പന്നീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പന്നീർ കുറച്ചൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നാളെ രാവിലെ അവർക്ക് ലഞ്ച് പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ പന്നീറും കൊടുക്കാമെന്ന്. നാളത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ പുലാവാണ്. അപ്പോൾ പുലാവിൻ്റെ കൂടെ ഇതും കൂടെ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി. പിന്നെ കറി എന്തെങ്കിലും വെക്കണം. കറി വെക്കുന്നതും ഈ പറയുന്ന പോലെ നാളെ രാവിലെ ദോശയ്ക്ക് കൂട്ടാൻ പറ്റുന്ന പാകത്തിനുള്ള കറിയാണ് ആക്കുന്നത് കേട്ടോ.
അതാവുമ്പോൾ നമുക്ക് രാവിലത്തെ പണിയും കുറച്ചുകൂടി ഈസി ആവും. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ അങ്ങനെ ഭയങ്കര ചത്ത് കിടന്നൊന്നും ഞാൻ പണിയൊന്നും എടുക്കില്ല. എല്ലാം മിനിമലായിട്ട് പറ്റുന്ന പോലെ ആവശ്യത്തിനുള്ള രീതിയിൽ ഒരുപാട് ഹെവി കുക്കിങ്ങോ അങ്ങനെയൊന്നും ചെയ്യൂല കേട്ടോ. കാരണം രാവിലെ കുറച്ച് സമയം എനിക്ക് ഭയങ്കര ഹറിബറി ആയിരിക്കും. 2 പേരെയും റെഡിയാക്കണം, സ്കൂളിൽ അയക്കണം. അത് ഏർലി മോർണിംഗ് തന്നെ അവർക്ക് സ്കൂളിൽ പോകണം. ഹസ്ബൻഡിനുള്ള ഫുഡ് പാക്ക് ചെയ്യണം. അങ്ങനെ കുറേ തിരക്കുകൾ വരും. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട് ഓടാനൊന്നും പറ്റത്തില്ല. അലർജിയുടെ ശ്വാസം മുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റോളിടാൻ പോകേണ്ട ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഈ സ്റ്റോളിടാൻ പോയപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലേൺ ചെയ്തത് കേട്ടോ. കാരണം നല്ല എന്താ പറയുന്നത്, നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഇൻകവും വരുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ പുതിയ ഐറ്റംസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത്രയും നാളെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റോക്കൊന്നും ഇത്രത്തോളം എടുത്ത് വെക്കുക അങ്ങനത്തെ ഒന്നും പരിപാടി ഇല്ലായിരുന്നു. കാരണം ഓൺലൈനായിട്ട് അത്ര വലിയ സെയിലൊന്നും എനിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഓൺലൈനായിട്ട് സെയിൽ നടക്കാത്തപ്പം നമുക്ക് ഈ സ്റ്റോക്കൊക്കെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇപ്പം നമുക്ക് വീക്കിലി വൺസ് എങ്കിലും നമ്മുടെ സ്റ്റോക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ പുതിയ ഐറ്റംസ് കാണാനും ഡയറക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ഫണ്ണാണ്. അത്രയും ടൈം നമുക്ക് നല്ലൊരു മെൻ്റലി നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മളവിടെ പോയി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇച്ചിരി ചായ ഇട്ട് കുടിക്കാൻ പോവുകയാണേ. കാരണം ചായ ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും എനിക്ക് കുടിച്ചില്ല. അത് പാൽ ചായ കേട്ടോ. രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചു. ഒരു പാൽ ചായ കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു എനർജി കിട്ടില്ല എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചായ ഇട്ടിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിച്ചണൊക്കെ അത്യാവശ്യം ക്ലീൻ ആയിട്ടൊന്നും ആയിരിക്കും. പക്ഷേ ഞാൻ ഭയങ്കര അടുക്കി പറക്കി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലീൻ ചെയ്തിടും. ഒരു വേസ്റ്റും കിച്ചണിൽ ഇല്ലാതെ നോക്കും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമുണ്ട്. പിന്നെ രാവിലെ പുലാവായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. പുലാവല്ല, ലെമൺ റൈസ് ആയിരുന്നു. അപ്പോൾ ആ ലെമൺ റൈസ് ഞാൻ ചൂടാക്കിയിട്ട് ആ ലെമൺ റൈസും കൂടെ ആ ലെമൺ റൈസും കൂടെ തിന്നാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതും ചായയും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ എണ്ണയുണ്ടല്ലോ, ഇത് ഈ പ്രാവശ്യം അമ്മ വന്നപ്പം കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കൊണ്ടുവന്നാണ് വെളിച്ചെണ്ണ. അതെനിക്ക് ഇച്ചിരി ഒന്ന് കാച്ചി വെക്കണം. കാരണം എൻ്റെ മുടി മുഴുവൻ പണ്ടൊക്കെ വീട്ടിലായിരുന്ന സമയത്ത് അമ്മ എപ്പോഴും കാച്ചിയ എണ്ണയൊക്കെ തേക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയെല്ലാം ഭയങ്കരമായിട്ട് പോയി. അപ്പോൾ ഈ പ്രാവശ്യം അമ്മ എൻ്റെ മുടി കണ്ടതുകൊണ്ട് അമ്മ എടുത്തുകൊണ്ട് വന്നതാണ്. അമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇത് കാച്ചാനായിട്ടുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ കാച്ചിക്കോളാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് കറ്റാർവാഴയൊക്കെ ഒന്ന് ഓർഡർ ചെയ്യണം. കറ്റാർവാഴ ഓർഡർ ചെയ്തിട്ട് ഇതൊന്ന് കാച്ചണം കേട്ടോ. എണ്ണയൊന്ന് കാച്ചാനുണ്ട്. അപ്പോൾ അത് ഞാനിന്ന് രാവിലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തീയുടെ അടുത്ത് കാണിച്ച് ഇങ്ങനെ ഒന്ന് കട്ടിക്കിരിക്കുമായിരുന്നേ. അതിങ്ങനെ ലൂസാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ചായ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ അങ്ങനെ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു സുഖമാണ്. എനിക്കൊരു കപ്പ് വാങ്ങിക്കണം. എൻ്റെ കപ്പ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ കുഴ പോയി. അപ്പോൾ ഒരു കപ്പ് എനിക്ക് വാങ്ങിക്കാനുണ്ട്. നോക്കട്ടെ, അടുത്ത ആഴ്ചയും കാണും ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരു കപ്പ് വാങ്ങിക്കണം. നമ്മളെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റീൽ പാത്രക്കട ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് പോയി നോക്കട്ടെ, അവിടെ ഉണ്ടാവുമോ എന്നറിയത്തില്ല. ചിലപ്പം ഭയങ്കര റേറ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ചായ കുടിക്കട്ടെ. എന്തായാലും ഒരു മുട്ടയും കൂടെ രാവിലെ കഴിച്ചു കേട്ടോ. ഇപ്പം മുട്ട ഡെയിലി ഞാൻ 2 നേരം കഴിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയ്റ്റ് ട്രെയിനിങ് ആഴ്ചയിൽ ഒരു 1-2 ദിവസം ചെയ്യും. പിന്നെ അതുപോലെ എവ്രി ഡേ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എന്തായാലും മുട്ട നന്നായിട്ട് കഴിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും പൈസ കുറച്ച് നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീനാണല്ലോ മുട്ട. അപ്പം മുട്ട തന്നെ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ബദാം ഞാൻ ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും, പിള്ളേർക്കൊക്കെ. അപ്പോൾ കുറച്ച് ബദാം ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ കുറച്ച് ബദാം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുട്ടികൾ വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇത് തന്നെത്താനെ കൊടുത്താലൊന്നും അത്ര എല്ലാ തരത്തിലും മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീൻ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നട്ട്സും കാര്യങ്ങളൊക്കെ എന്താണോ ഉള്ളത്, ഞാൻ അതിനായിട്ടൊന്നും വാങ്ങിക്കുക അങ്ങനെയൊന്നും ഇല്ല. എന്താണോ വീട്ടിലുള്ളത് അത് വേഗം ഇതേപോലെ അരച്ച് സ്മൂത്തിയുടെ കൂടെയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കടുത്ത് ചെയ്യാനുള്ളത്, അടുത്ത നമ്മളെ പണിയെന്ന് വെച്ചാൽ നമ്മളെ സ്കിന്ന് ഒന്ന് നോക്കാനാണ്. ഇപ്പോൾ ഇത് സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസമാണ്. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ ഇപ്പം മസ്റ്റായിട്ട് ഞാൻ മറക്കാതെ ഓർത്തിരുന്ന് ചെയ്യുവേ. പിന്നെ നമുക്ക് നമ്മളെ ഫേഷ്യൽ ഹെയറൊക്കെ വന്നു, അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതായത് ആഴ്ചയിലൊന്ന് ഞാൻ ഫേഷ്യൽ ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യും കേട്ടോ. ഫേഷ്യൽ ഹെയർക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ ആക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പം അത് നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 മന്ത് ആയിട്ടാണ് ഞാൻ ഫേഷ്യൽ ഹെയർ കറക്റ്റായിട്ട് റിമൂവ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഫേസിനൊരു ഗ്ലോയും, അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫേസ് സെറംസും മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, എന്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റാണ്. ഞാനിപ്പോൾ കോജിക് ആസിഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത മാസം അത് തീരുമ്പോൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എല്ലാം സ്ഥിരമായിട്ട് വൈറ്റമിൻ സി അങ്ങനെ ഇല്ല. എന്താണോ ആ സമയത്ത് ഓരോ മാസം തീരുന്നത് ആ സമയത്ത് അങ്ങനെ ഓരോന്നായിട്ട് മേടിക്കും. പിന്നെ അതുകൂടാതെ ഞാനിപ്പം ഫേസ് മസാജ് ചെയ്യുന്ന പോലെ, അതായത് നമ്മൾ ഫേസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. നമ്മൾ സാഗി സ്കിന്നും അങ്ങനെയൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ ഡെയിലി ഞാൻ ഏതെങ്കിലും ഒരു നേരം, ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴെങ്കിലും ആയിട്ട് ഞാനതങ്ങ് ചെയ്യും കേട്ടോ. കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇത് വെച്ച് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. പിന്നെ അടുത്ത വീഡിയോ കാണാം.